തൃക്കാർത്തികയുടെ ഐതിഹ്യം പ്രധാനമായും ലക്ഷ്മീദേവിയുമായും സുബ്രഹ്മണ്യനുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ലക്ഷ്മീദേവിയുടെയും കാർത്യായനീദേവിയുടെയും ജന്മദിനമായും തമിഴ്നാട്ടിൽ സുബ്രഹ്മണ്യൻ്റെ ജന്മദിനമായും ഈ ദിവസം ആഘോഷിക്കുന്നു. പാർവതീദേവി കാർത്യായനി രൂപത്തിൽ അവതരിച്ച ദിവസമാണത്രേ തൃക്കാർത്തിക. പാലാഴി മഥന സമയത്ത് മഹാലക്ഷ്മി ഉയർന്നു വന്നതും ഈ ദിവസത്തിലാണെന്ന് പറയപ്പെടുന്നു. ശരവണപ്പൊയ്കയിൽ പിറന്ന സുബ്രഹ്മണ്യനെ കൃത്തികമാർ എന്ന 6 അമ്മമാർ എടുത്തു വളർത്തി. പാർവതീദേവി കുട്ടിയെ എടുത്തപ്പോൾ 6 മുഖങ്ങളും ഒരു മുഖമായി മാറി. അത് കാർത്തിക ദിവസമാണെന്നും ഐതിഹ്യമുണ്ട്. യശോദാദേവിയുടെ മകളായി പിറന്ന മായാദേവിയുടെയും ലക്ഷ്മീദേവിയുടെയും തുളസീദേവിയുടെയും ജന്മദിനമായി ഈ ദിവസം കണക്കാക്കപ്പെടുന്നു. മഹിഷാസുര നിഗ്രഹം കഴിഞ്ഞു വരുന്ന ദേവിയെ സ്തുതിക്കുന്നതാണ് തൃക്കാർത്തികയായി ആഘോഷിക്കുന്നത് എന്ന് ദേവീപുരാണത്തിൽ പറയുന്നു. താരകാസുര പുത്രന്മാരായ ത്രിപുരന്മാരെ നിഗ്രഹിച്ചു വരുന്ന മഹാദേവനെ പാർവതീദേവി ദീപങ്ങൾ തെളിയിച്ച് സ്വീകരിച്ചതിനാലാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നത് എന്ന് മറ്റൊരു ഐതിഹ്യം. സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കുന്നത് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതിൻ്റെ പ്രതീകമാണ്. ഈ ദിവസം ദീപങ്ങൾ തെളിയിക്കുന്നത് ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം നേടുന്നതിനും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. കുടുംബാഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും തൃക്കാർത്തിക ദിവസം വ്രതമനുഷ്ഠിക്കുന്ന പതിവുണ്ട്. ഡിസംബർ 4-ാം തീയതി, അതായത് നാളെയാണ് ഈ വർഷത്തെ തൃക്കാർത്തിക മഹോത്സവം. ഹരി ഓം.